മക്കളെ, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും എൻ്റെ ആത്മീയമായ കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. നേരിൽ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും പ്രാർത്ഥനയിലൂടെ നിങ്ങളെല്ലാവരും ഓർക്കുന്നു. വീടുകളിൽ ഭാരപ്പെട്ടും ആശുപത്രികളിൽ ഒറ്റപ്പെട്ടും ദരിദ്രമായി കഴിയുന്നവരെ കർത്താവ് ഞങ്ങളെ കാണുന്നുണ്ട്. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നുണ്ട്. തലമുറകൾ എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കുടുംബങ്ങൾ ശക്തി പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോ കുടുംബങ്ങളും ഉണരട്ടെ. വിവിധങ്ങളായ പ്രാർത്ഥനാ നിയോഗങ്ങളുമായി ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സംബന്ധിക്കുന്ന സർവ്വ മക്കൾക്കുമായി കർത്താവ് വചനം തരുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 14-ാം അധ്യായം 38-ാം വാക്യം. ദാനിയേൽ പറഞ്ഞു, ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. മക്കളെ, ഓർമ്മ വെച്ച് കാത്തിരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. സ്നേഹിച്ച് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നവനാണ് ദൈവം. ആ കർത്താവാണ് പറയുന്നത്, ഞാൻ നിന്നെ മറക്കുകയില്ല. കൂരിരുട്ടിലൂടെ നടന്നാലും മാംസവും തൊലിയും ജീർണിക്കാൻ ഇടവന്നാലും നമ്മുടെ ദൈവം, എൻ്റെ ദൈവം നിന്നെ മറക്കില്ല കേട്ടോ. എൻ്റെ അസ്ഥികൾ തകർന്നു പോയേക്കാം. ആക്രമണങ്ങളും ദുരിതങ്ങളും യാതനകൾ കൊണ്ട് എന്നെ പൊതിഞ്ഞേക്കാം. എന്നാലും ദൈവം പറയുന്നു, ഞാൻ നിന്നെ മറക്കുകയില്ല. സഹനങ്ങൾ കുന്നുകൂടിയേക്കാം. സകല വഴികളും അടഞ്ഞെന്ന് പോയേക്കാം. ദൈവം പറയുന്നു, എന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. വിശുദ്ധ കൊച്ചുദേശ പറയുന്നു, രോഗങ്ങളും സഹനങ്ങളും യേശുവിൻ്റെ കൈകളിലേക്ക്, വിരിച്ച കൈകളിലേക്ക് സ്നേഹത്തോടെ ആത്മാവിൻ്റെ ആ കൈകളിലേക്ക് എന്നെ തന്നെ ഞാൻ എറിഞ്ഞു കൊടുക്കുന്നു എന്ന്. എത്ര സഹനം ഉണ്ടായാലും ദൈവത്തിൻ്റെ കരത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് വിശുദ്ധ കൊച്ചുദേശ ചെയ്യുന്നത്. എല്ലുപൊളിയുന്ന വേദനയുമായി സഹിക്കുന്ന മക്കളെ, വായിൽ രക്തം വന്നതിൻ്റെ പേരിൽ ഭയപ്പെട്ടിരിക്കുന്ന മക്കളെ, ഉദരത്തിൽ മുഴകളും വേദനകളുമായി ഓപ്പറേഷന് തയ്യാറായിരിക്കുന്ന മക്കളെ, ക്യാൻസർ രോഗത്താൽ വലയുന്നവരെ, ഡയാലിസിസ് നടത്തി പണം മുഴുവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ, സോറിയാസിസ് രോഗം മൂലമായി ത്വക്ക് സംബന്ധമായ രോഗങ്ങളിൽ അകപ്പെട്ടവരെ, കർത്താവ് പറയുന്നു, എനിക്ക് കുഷ്ഠരോഗിയെ പോലെ സ്നേഹിക്കാൻ അറിയാം, നിന്നെ ഞാൻ മറക്കുകയില്ല എന്ന്. ദൈവം എല്ലാവരെയും എപ്പോഴും സ്നേഹിക്കുന്നു. ദൈവത്തിന് നമ്മെ മറക്കുവാൻ സാധിക്കുകയില്ല. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ക്യാൻസർ ഉള്ളവരെ കർത്താവ് തൊടുന്നു. ഭവനത്തിൽ സ്പോണ്ടലൈസിസ് ഉള്ള മക്കളോട് കരമുയർത്തി പ്രാർത്ഥിക്കാൻ പറയുന്നു. മെഡിക്കലിന് തോറ്റുപോയതിൻ്റെ പേരിൽ മനോവിഷമത്തോടെ കഴിയുന്ന യുവാവെ, എഴുന്നേൽക്കുക. പരീക്ഷകളിൽ പല പ്രാവശ്യം പരാജയപ്പെട്ടവരെ, കുടുംബ തകർച്ച, ദാമ്പത്തിക തകർച്ചയിൽ അകപ്പെട്ടവരെ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ഭാര്യമാരെ, മക്കളാൽ തള്ളിപ്പറയുന്ന മാതാപിതാക്കന്മാരെ, ദൈവം പറയുന്നു, ഞാൻ നിന്നെ മറക്കുകയില്ല. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ ഹല്ലേലൂയ. കർത്താവെ, വന്ന് നിറയണമേ. കർത്താവെ, എല്ലാ മക്കളുടെയും കണ്ണുനീര് തുടയ്ക്കണമേ. ഓരോ കുടുംബത്തിലേക്കും തറവാട്ടിലേക്കും കർത്താവ് നീ കടന്നു വരണമേ. തീരാ ദുഃഖങ്ങൾ, മാറാ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും, ഇന്നത്തെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്തവരും ഇത് ഷെയർ ചെയ്യാൻ പോകുന്നവരെയും പ്രത്യേകം അത് എത്തിച്ചേരുന്നവരെ അനുഗ്രഹിക്കണമേ. ഒരാൾക്കെങ്കിലും ഞാൻ ഇന്ന് കിടന്നുറങ്ങുന്നതിനേക്കാൾ മുമ്പ് ഷെയർ ചെയ്യുമെന്ന് തീരുമാനിക്കുക. അവൻ്റെ പക്കലേക്ക് ഈശോ കടന്നു വരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.